ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ കുറെ കാലമായി വ്ളോഗൊക്കെ എടുത്തിട്ട് അപ്പൊ ഇന്ന് നമ്മളൊന്ന് വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ച് നമ്മൾ കറാമേലി ഫുഡ് അടിക്കാൻ പോയതാണ്. അപ്പൊ ഇവനാണ് നമ്മൾ ഇന്നത്തെ സ്പോൺസർ. അവന് അപ്പൊ കുറെ നായി ഇന്നെ നടത്തിപ്പിച്ച് അപ്പൊ നടത്തിച്ചതിനെ കുറച്ച് എനർജി കിട്ടാൻ ബൂം ബൂമൊക്കെ വാങ്ങി തന്നെ. അങ്ങനെ നമ്മൾ കുറെ നടന്ന് ഇങ്ങനെ പോയി. അങ്ങനെ അവസാനം നമ്മൾ നടന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തിയപ്പോൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് ഓനോ അവൻ്റെ കുട്ടീനായിട്ട് എന്തോ കൊഞ്ചിക്കൊഞ്ഞോണ്ടിരിക്കാൻ. നമ്മക്കാണെങ്കിൽ കുട്ടിയും പറ്റുന്നില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഓനം പോട്ടെടുത്ത് ഇങ്ങനെ നിന്നേ. അതടുത്ത് നമ്മളെ മെയിൻ സാധനം ഇതാണ് മന്തി. അപ്പൊ നമ്മളിത് കഴിച്ചിട്ട് ബാക്കി തുടങ്ങാന്ന് വിചാരിച്ച്. അപ്പോ ഇനി ഇതിമന്നൊക്കെ ഒരു പീസൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചിട്ട് തിന്നുമ്പോണ്ടാ കിട്ടുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ എൻ്റെ മക്കളാ. അപ്പൊ ഇതിമന്നൊരു പീസ് ഇങ്ങനെ മെല്ലാൻ എടുത്തിട്ടുണ്ടല്ലോ, മയോണസിൽ കുത്തിയിട്ട് ഇങ്ങനെ ഞങ്ങളുടെ ഒരു ഒറ്റ അടി കൊണ്ട് അടിച്ചാണ്ടല്ലോ. അതിൻ്റെ ഒരു വീട് നമ്മ ഒരു വേറെ ലെവലാണ്. പിന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കൂടെ എന്തൊക്കെ ഇഞ്ചി മുട്ടായി ഇതൊക്കെ കിട്ടിയിരുന്നേ. അപ്പൊ അതും കുറെ കഴിച്ചു. ഓനാണെങ്കിൽ ഞാൻ മത്സരം വെച്ച് കുറെ കഴിച്ചോണ്ടിരിക്കാൻ എനിക്ക് കഴിക്കാൻ പറ്റില്ല, ഒടുക്കത്തെ മധുരമായത്. അങ്ങനെ പാത്രമൊക്കെ ഓൻ തുടച്ച് വെച്ചിതാക്കിയതിന് ശേഷം പിന്നെ ഓൻ്റെ അടുത്ത് പിന്നെ ഫുള്ള് പൈസ ഉണ്ട്. ഓടെ പോയി കുഞ്ഞെടുത്തുനിന്ന് തോന്നുന്നുണ്ട് അമ്മമാരെ പൈസ അവൻ്റെ അടുത്ത് ഓന് ചോദിക്കണ അതിൽ വാങ്ങി തരുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു സാധനം വാങ്ങി. പിന്നെ ഓനെന്താ പറയുക, അൺബോക്സിങ് ചെയ്യാൻ പറഞ്ഞു ഓനോട് ഈ സാധനം. എന്നിട്ട് ഓൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. പോത്തിന് ഓനോട് ഒന്ന് അഭിനയിക്കാൻ വന്നപ്പോത്തിനോ ജീവിച്ച് കാണിച്ച. എൻ്റെ മോനെ നല്ല ടേസ്റ്റ് എന്നൊക്കെ സിനിമാ നടന്മാരൊക്കെ പറഞ്ഞ പോലെ നീ നായി പറയുന്നത്. കനാ കുടിച്ചോക്കിട്ട് 5 വയസ്സിലില്ല. പിന്നെ കുറച്ച് നടത്തിച്ചേനോ വെള്ളമൊക്കെ വാങ്ങി തന്നെ. അങ്ങനെ വെള്ളം കുടിച്ചാണ് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഈ നായിക്ക് എന്താ എത്ര നടന്നിട്ട് ഇപ്പം മനുഷ്യനല്ലാവുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പിന്നെ ഓൻ വെള്ളം കുടിക്കാൻ നമ്മെ. അപ്പോൾ ഓൻ്റെ മെയിനാവലൊക്കെ കണ്ട ഓൻ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് തന്നപ്പോൾ റെഡ് ബൂള് യെല്ലോ മഞ്ഞ കളർ പച്ച കളർ മറ്റേ മഴവില്ലിൻ്റെ കളറിലുണ്ട് അതേമാതിരി റെഡ് ബൂൾ ഫുള്ള് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മക്കല്ല അറിയുള്ളൂ ഇതോ വലുത് വീഡിയോ എടുക്കാനായിട്ട് വാങ്ങിയായിരുന്നു. പിന്നെ അവർക്ക് മനസ്സിലായി ഓന്നുണ്ടായി വെച്ചുകൊണ്ട് ഒരു ഡ്യൂൻ്റെ ഇത് മാത്രം എടുത്തുകൊണ്ട് പോകുന്നതാണ്. അതിനാണ് ഈ 250 ഉള്ളൂ. പിന്നെ ഈ സാധനമാണ് ഞാൻ എടുത്തത്. ഇതോ എന്നോട് പറഞ്ഞ എനർജി ഡ്രിങ്ക് ആണെന്നൊക്കെ പറഞ്ഞത്. ഞാൻ അവനോട് പറഞ്ഞത് എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ കൊടുത്താക്കുള്ളൂ. എൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലായില്ലേ എനിക്ക് പറ്റിയില്ലാന്ന്. ഡോൻ്റെ അടുത്ത് ഞാൻ കൊടുത്ത് പോകാൻ പറ്റുക അപ്പം തന്നെ തുപ്പിക്കളഞ്ഞ്. കാരണം അമ്മാരി ടേസ്റ്റാണുള്ളതിനെ. ഞാൻ അപ്പം തന്നെ ആ എക്സ്ചേഞ്ച് ചെയ്തിന് ആ ഡ്യൂ കൊടുത്തു അവനക്ക് അവൻ കൊടുത്തു. പിന്നെ ഈ തെരയിൽ കണ്ടങ്ങൾ വിചാരിക്കും പോക്കറ്റ് കയറ്റി വലുത് പെൺകുട്ടികളെ കണ്ട് ശീലക്കാറുണ്ട്. പക്ഷേ ഈ നായിനെ എവിടൊക്കെ കൊണ്ടായാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. അവൻ്റെ ബസ് കാർഡ് കാണില്ലേ, ഈ ബസ് കാർഡിലേക്ക് നമ്മൾ അങ്ങോട്ട് വീട്ടിലെത്തൂല. അപ്പം നമ്മൾ ഓൻ ഫുള്ള് തിരഞ്ഞു നോക്കി. അവനോട് എല്ലാ സ്ഥലവും തിരഞ്ഞൊക്കെ പറഞ്ഞേ. അങ്ങനെ പേഴ്സും വാച്ചും അതും ഇതും എല്ലാം എടുത്ത് നോക്കിയപ്പം ഒരു സംഭവം കണ്ട്. ഞാൻ അവനോട് വെറുതെ ഒന്ന് ചോദിച്ചത് അഞ്ഞ് മൊബൈലിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടാവുക എന്നൊക്കെ വിചാരിച്ചിട്ട് അവനോട് മൊബൈലൊക്കെ ഒന്ന് എടുത്ത് നോക്കാൻ പറഞ്ഞു. അപ്പം മൊബൈലിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടോ നോക്കാം പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഒരു ബില്ലിൻ്റെ ചിരി ഉണ്ടായില്ലേ, അതെ കാരണം അടച്ചൊന്ന് കൊടുക്കാൻ തോന്നി. കാരണം അമ്മ അതിൽ നമ്മളെ മനസ്സിലുണ്ട് വേദ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അമ്മ ഞങ്ങളെ യാത്ര കഴിഞ്ഞ് ബസ്സിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇയാൾക്ക് കാര്യം ട്രിപ്പ് അടിച്ചു പോടെ.